ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സൂപ്പർ 8-ലെ ആദ്യ മാച്ച് ഇന്ത്യയുടെ. അങ്ങനെ നമ്മൾ തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. കാരണം സൂപ്പർ 8-ൽ കടക്കുന്നതിന് മുന്നേ ഉള്ളൊരു മാച്ച് നമീബിയയുടെ കൂടെ, ഇന്ത്യ വേഴ്സസ് നമീബിയ മാച്ച്, ആ മാച്ചിന് മുന്നേ തന്നെ നമ്മൾ സൂപ്പർ 8-ലോട്ട് കടന്നായിരുന്നു. പക്ഷെ കടന്നതിന് ശേഷം ലാസ്റ്റ് കളിച്ച മാച്ചിൽ തന്നെ 17 റൺസിന് എന്താണ് നമ്മൾ ജയിച്ചത്. അപ്പൊ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളൊരു സംഭവം ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അന്നേരം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു, നമുക്ക് എവിടെയൊക്കെയോ കുറച്ച് കുറവുകളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത മാച്ചിലോട്ട് പോകാന്നുള്ളത്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലത്തെ ഒരു ബിഗ് ഇവന്റ് ആണ്. അവിടെ നമ്മളൊന്ന് കളിക്കുകയാണ്, കുറെ ടീംസ് ഉണ്ട്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് സ്റ്റേജ് സൂപ്പർ 8-ലോട്ട് കിടക്കുകയാണ്. ജയിച്ച ടീമുകളുടെ ഗ്രൂപ്പിലാണ് ഇന്ത്യ ഉള്ളത്. അതായത് അൺബീറ്റൺ ആയിട്ടുള്ള ടീംസ് ആണ് ഇപ്പൊ ഗ്രൂപ്പിലുള്ളത്. ഇപ്പം സിംബാബ്വെ ആണെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിലും സൗത്ത് ആഫ്രിക്ക ആണെങ്കിലും ഈവൻ ഇന്ത്യ ആണെങ്കിലും നമ്മൾ ജയിച്ച് തന്നെയാണ് സൂപ്പർ 8-ലോട്ട് കടന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ കോമ്പിനേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം ഈ കോമ്പിനേഷന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഏഷ്യ കപ്പിന്റെ സമയത്താണോ ഓർമ്മയില്ല, ഏതോ ഒരു സീരീസ് ഏഷ്യ കപ്പിന് ഞാൻ തോന്നുന്നു, ആ സമയത്താണ് ഇന്ത്യൻ ടീമിലോട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗില്ല് എൻട്രി ചെയ്യപ്പെട്ടതും അതിനുശേഷം ഓപ്പണിങ്ങിലോട്ട് ഇറങ്ങി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞ് ആ സമയത്ത് അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ കളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ശുഭ്മൻ ഗില്ലിന്റെ കുറെ മാച്ചസ് ഫോം ആവാതിരിക്കുന്ന സമയത്ത് പോലും ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് ചില മാച്ചസിൽ ഓപ്പണിങ്ങിൽ അതിന് മുന്നേ വരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ഓരോ സ്ഥാനത്തിറങ്ങി കളിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ സൂര്യകുമാർ യാദവ് ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഫോം ആയിരുന്നില്ല, പക്ഷേ സൂര്യകുമാർ യാദവ് വരെ എനിക്കൊന്ന് 8-മതോ 9-മതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഏതൊരു മാച്ചിൽ കളിച്ചേയില്ല, ബാറ്റ് ചെയ്തില്ലെന്നും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് അത്രയും ആ ഒരു പിടിക്കുമായിരുന്നു, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമായിരുന്നു. എപ്പോഴും ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ നമ്മൾ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മളെ മാച്ചിനെ കുറിച്ച് വരുന്നതിന് മുന്നേ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മാച്ചിലോട്ട് പോകാമെന്ന് തോന്നി. കാരണം ഇത് പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടു പോകാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്, എനിക്ക് തോന്നിയ കാര്യമാണ്. ഇന്ന് മാച്ച് തുടങ്ങുമ്പോൾ ബോൾ ചെയ്ത സമയത്ത് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ജസ്പ്രീത് ബുംറ ഉണ്ട്, അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് ഉണ്ട്. അത് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണ്. വരുൺ ചക്രവർത്തി, അങ്ങനെയുള്ള ഒരു ടീം സെറ്റപ്പ് നമുക്ക് കിടലായിട്ടുള്ള ഒരു ബോളിംഗ് ടീം തന്നെ ഉള്ളതുണ്ട്. ഇന്ന് അക്ഷർ പട്ടേലിന്റെ ഒരു കുറവുണ്ടായിരുന്നു, വാഷിംഗ്ടൺ സുന്ദറാണ് വന്നത്. പക്ഷെ എന്നാലും അതവിടെ അഡ്ജസ്റ്റ് ആയി പോകുമെന്ന് വിചാരിച്ച രീതിയിൽ തന്നെയായിരുന്നു ഫസ്റ്റ് നമ്മൾ ബോൾ ചെയ്തത്. അപ്പൊ അതിന് മുന്നേ ഈ ബോളിംഗ് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഈ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. ഈവൻ എനിക്കൊന്ന് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മുന്നേ കളിച്ചിട്ടുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വരെ ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം ടോപ്പ് ഓർഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അത് കഴിഞ്ഞ് സൂര്യകുമാർ, ഹർദിക് പാണ്ഡ്യ, അവരാണ് ടോപ്പ് ഓർഡേഴ്സിൽ റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ളത്. ടോപ്പ് ഓർഡേഴ്സ് മീൻസ് ടോപ്പ് ആൻഡ് മിഡിലിൽ വരുന്നത്. ബാറ്റ്സ്മാൻമാർ, കാരണം ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ആണ്, ബാറ്റിംഗും ബോളിംഗും രണ്ടും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഹാർദിക് പാണ്ഡ്യനെ ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 റൈറ്റ് ഹാൻഡേഴ്സ്, ഫസ്റ്റ് ടോപ്പിൽ വരുന്ന 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ്. അത് കഴിഞ്ഞ് ശിവൻ ഡൂബെ ആണെങ്കിലും റിങ്കു സിംഗ് ആണെങ്കിലും ഈവൻ അക്ഷർ പട്ടേൽ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ ആണെങ്കിലും അവരും 3 പേരും അഗെയിൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്. അപ്പൊ 6 ലെഫ്റ്റ് ഹാൻഡേഴ്സും 2 റൈറ്റ് ഹാൻഡേഴ്സും നമുക്ക് ബാറ്റ്സ്മാൻമാരായിട്ടുള്ളൂ. ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ഒരു പട തന്നെ നമുക്കുണ്ട് ശരിക്കും. അപ്പം കഴിഞ്ഞ കുറെ മാച്ചസിൽ, ഇപ്പൊ ഫസ്റ്റ് ഇട്ടിട്ടുള്ള എല്ലാ മാച്ചസിലും അഭിഷേക് ശർമ്മേനെ കുടിക്കൊരു പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓഫ് സ്പിന്നറെ കൊണ്ടുവരും, ഫസ്റ്റ് ഓവർ ചെയ്യിപ്പിക്കും, അതിലൂടെ ഒരു വിക്കറ്റ്. അങ്ങനെ 1-2 മാച്ചസിൽ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു, കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പക്ഷേ അഭിഷേക് അല്ല കെണിയിൽ വീണത്, ഇഷാൻ കിഷൻ ആയിരുന്നു. ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓൾറെഡി വന്ന് നിൽക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ടീമിന് അറിയാം എവിടെ ഏത് കെണിയാണ് വെക്കേണ്ടത്, ആ കെണിയിൽ എങ്ങനെ വീഴ്ത്തണം എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ ഓൾറെഡി മുൻകൂട്ടി അവർ പ്രിപ്പയർ ചെയ്താണ് വരുന്നത്, പഠിച്ചാണ് വരുന്നത്. അപ്പൊ ആ പഠിച്ചു വരുന്നതിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് അത് കുറച്ച് മാച്ചസിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഈ ഒരു ടോട്ടൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാൻമാരാണ് ശിവൻ ഡൂബെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ കിഷൻ ആണെങ്കിലും. പക്ഷെ ഇവർ രണ്ടുപേരിൽ ഇന്ന് ശിവൻ ഡൂബെ പിടിച്ചു നിന്നു. പക്ഷെ ഇഷാൻ കിഷൻ ഫസ്റ്റ് ബാറ്റിംഗിൽ നോൺ സ്ട്രൈക്കർ എൻഡിൽ അല്ലാണ്ട് സ്ട്രൈക്കർ എൻഡിൽ വന്നിട്ട് വേഗം പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പം അതാണ് ആ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ സംഭവങ്ങൾ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇപ്പം ബോധേഡ് അല്ലേ, ഇനി അത് വേണ്ടാന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ 187 റൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യയുടെ ബൗളിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത് നമ്മൾ ജസ്പ്രീത് ബുംറ മിസ്റ്റർ കൺസിസ്റ്റന്റ് ബോളറാണ്, ഗംഭീരമായിട്ട് തന്നെ ബും പോലെ തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എക്കണോമിയിൽ 3 വിക്കറ്റ് എടുക്കുകയും ചെയ്തായിരുന്നു. ഹർഷദീപ് സിംഗും 2 വിക്കറ്റ് എടുത്തു. ബാക്കിയുള്ള ബോളേഴ്സ് കുറച്ചൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ കുറച്ച് റണ്ണും കൊടുത്ത ഒരു ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും അത്രയും വലിയൊരു ടോട്ടലിലോട്ട് പോയത് 157. അതിൽ മില്ലർ അഴിഞ്ഞാടിനെ കളിച്ച് 60 സംതിങ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. 30 സംതിങ് ബോളിലാണ് 67 68 അങ്ങനത്തെ റൺ എടുത്തത്. അപ്പൊ 187 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര നോക്കുന്ന സമയത്ത്
അത്ര ടഫുള്ളൊരു ടോട്ടൽ അല്ല 2020 പോലും. കാരണം നമുക്ക് വെടിക്കെട്ട് ബാറ്റ്സ്മാൻമാരുള്ള ലോക 1-ാം നമ്പർ T20 താരം അഭിഷേക് ശർമ്മയുണ്ട് നമുക്ക്. കാരണം കഴിഞ്ഞ 3 മാച്ചിൽ ഡെക്ക് ആയിട്ടുണ്ടെങ്കിലും ഈ മാച്ചിൽ എഗെയിൻ നമ്മൾ അഭിഷേക് ശർമ്മയെ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നമുക്ക് അദ്ദേഹത്തിലുള്ള ഒരു വിശ്വാസമാണ്. ആളൊന്ന് വെടിക്കെട്ട് തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇന്നും ആ വെടിക്കെട്ട് നമുക്ക് കിട്ടിയില്ല. ഒന്ന് തുടങ്ങി വെച്ചെന്ന് മാത്രം പറയാം. ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു, സ്പാർക്കിൽ അത് തീർന്നു. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ എന്തായാലും അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ 1-2 മാച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ അതിന് മുന്നേയുള്ള ന്യൂസിലൻഡ് സീരീസിലൊക്കെ ആള് ഗംഭീര ഫോമിലോട്ട് ഇപ്പോഴത്തെ നമ്മളെ വേൾഡ് കപ്പിലെ ടോട്ടൽ ടീമിലുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ നല്ലൊരു പെർഫോമർ തന്നെയാണ്. അപ്പോൾ അത് എല്ലാ മാച്ചും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ മാച്ചിലും നമുക്ക് സെഞ്ചുറി 50 ഒന്നും അടിക്കാൻ പറ്റില്ല. സോ ഇഷാൻ കിഷന്റെ കാര്യം വിട്ടേക്കാം. പക്ഷെ തിലക് വർമ്മയുടെ ഇന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ 4 മാച്ചസിലും സ്കോറ് മെല്ലെ മെല്ലെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ ആദ്യം ഇഷാൻ കിഷൻ വന്നിട്ട് അടിക്കുമായിരുന്നു. അപ്പൊ അടിച്ചതിന് ശേഷം തിലക് വർമ്മ വരുന്ന സമയത്ത് അവിടെ കുറച്ച് സ്ലോ ആയിട്ട് മെല്ലെ റണ്ണ് കൊണ്ടുപോകും. അപ്പോൾ ഒരു ബോൾസ് ടു റൺ ഏകദേശം ഒരുപോലത്തെ ഒരു സ്റ്റേജിൽ 25 റൺ 21 ബോൾ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ 31 28 ബോൾ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഫസ്റ്റ് തന്നെ വിക്കറ്റ് പോയല്ലോ, വേഗം തന്നെ ഇറങ്ങേണ്ടി വന്നു. സ്കോറൊന്നും അധികം പോയില്ല, അഭിഷേക് തുടങ്ങിയേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് തിലകിന് ഒരു പ്രഷർ ഉണ്ട്. അതായത് പുറത്തെ ഡിസ്കഷനൊക്കെ അറിയാലോ, ഇനി അത് അദ്ദേഹത്തിന്റെ ചെവിയിലൊക്കെ എത്തിയോന്ന് അറിയില്ല. അതുപോലെയായിരുന്നു ശരിക്കും കളിച്ചിരുന്നത്. വന്നപ്പോൾ തന്നെ കയറി അടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു റണ്ണിൽ തന്നെ ആള് പോയി. സൂര്യകുമാർ ആണെങ്കിൽ ആ ഒരു ഫോം നമ്മളെ വേൾഡ് കപ്പിൽ ഒരു മാച്ചിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. USA കൂടി ആരുടെ കൂടെയായിരുന്നു ആ മാച്ചിൽ കളിച്ച ആ ഒരു സംഭവം ഇതിലോട്ട് കിട്ടിയില്ല. അതിന് മുന്നുള്ള സീരീസിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് വന്ന ആളാണ്. അപ്പം ആൾ ഓൾറെഡി ഫോമിൽ വന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഒരു ക്യാപ്റ്റന്റെ ഒരു ഇതാണോ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസ് കളിക്കുന്നുണ്ടാണോ എന്നറിയില്ല. ആള് ഫോമിലല്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ മാത്രമേ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ക്യാപ്റ്റൻസി അടിപൊളിയാണ്, അത് വേറെ പറയാനൊന്നുമില്ല. പക്ഷെ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ബാറ്റിങ്ങിൽ കുറച്ച് ഇപ്പോഴും അഗെയിൻ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മളെ റിങ്കു സിംഗിന്റെ ഞാൻ നോക്കിയേക്കണേ, ചില മാച്ചസിൽ റിങ്കു സിംഗ് ഇപ്പോൾ ഓൾറെഡി ടോപ്പ് ഓർഡേഴ്സ് ബാറ്റേഴ്സ് നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു മാച്ച് ഉണ്ടെങ്കിൽ ആ മാച്ചിൽ റിങ്കു സിംഗ് വരുന്ന സമയത്ത് ഗംഭീരമായിട്ട് കളിക്കും. ഇപ്പോൾ ഒരു 150 160 റണ്ണൊക്കെ ഓൾറെഡി എടുത്തിരിക്കുകയാണ് ടീം. നല്ല സ്കോറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല റൺ റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ലാസ്റ്റത്തെ ഒരു 5 ബോളോ അല്ലെങ്കിൽ 10 ബോളോ 12 ബോളോ റിങ്കു സിംഗിന് കിട്ടുകയാണെങ്കിൽ അപ്പം നല്ലൊരു വെടിക്കെട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കാണാറുണ്ട്. പക്ഷേ എപ്പോഴൊക്കെ റിങ്കു സിംഗിനെ ഇച്ചിരി മുന്നോട്ട് ഇറക്കിയിട്ടുണ്ടോ, അതായത് ടോപ്പ് ഓർഡേഴ്സ് ഒന്ന് ഫെയിൽ ആവുന്ന സമയത്ത് റിങ്കു സിംഗ് ഇറങ്ങിയിട്ടുണ്ടോ, അപ്പോഴൊക്കെ കുറച്ചൊന്ന് ഡൗൺ ആവുന്ന റിങ്കു സിംഗിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫിനിഷർ പോയിന്റിൽ ഇപ്പൊ അങ്ങനെ കളിക്കുന്നില്ല. ഇപ്പം നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് ശിവൻ ഡൂബേനെയാണ്. ആൻഡ് ഹാർദിക് പാണ്ഡ്യ ഒരു പരിധിവരെ ചില സമയത്ത് കളിക്കാറുണ്ട്. അത് ഹാർദിക് പാണ്ഡ്യ നമുക്ക് എക്സെപ്ഷണൽ കേസാണ്. കാരണം ആൾ ബോളും നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. ഈവൻ ബാറ്റിങ്ങിലാണെങ്കിലും ചില മാച്ചസിലും നന്നായിട്ട് കളിക്കാറുണ്ട്. അത് ഈ 1-2 മാച്ചിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ച് വെച്ച് മാത്രം വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ റിങ്കു സിംഗിന്റെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് അക്ഷർ പട്ടേൽ ഇല്ലാത്തതിന്റെ ഒരു മിസ്സിങ് നമുക്ക് കാണാനും പറ്റി. കാരണം ചിലപ്പോൾ അക്ഷർ പട്ടേൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ 187 എന്ന് പറഞ്ഞൊരു ടോട്ടലിലോട്ട് പോവില്ലായിരുന്നു എന്ന് തോന്നുന്നു. 158 ടാർഗറ്റ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു തോന്നുന്നു. അതിന് മുന്നേ തന്നെ ചിലപ്പം കിടത്തിയാണ്. ആൻഡ് നമ്മൾ ഇന്നത്തെ മാച്ച് 76 റൺസിനാണ് തോറ്റത്. ചെറിയ തോൽവി എന്നല്ല, നല്ല വലിയ തോൽവിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് അടുത്ത 2 മാച്ചസ് എന്തായാലും ജയിക്കേണ്ടി വരും. എല്ലാന്നുണ്ടെങ്കിൽ നല്ല ടഫായിരിക്കും. കാരണം നെറ്റ് റൺ റേറ്റ് നല്ലോണം താവാൻ സാധ്യതയുണ്ട്. കാരണം തോറ്റത് അത്രയും വലിയ മാർജിനിലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത 2 മാച്ചും ഗംഭീരമായിട്ട് ജയിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് കിടക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ബാക്കിയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത മാച്ചസിൽ ഗംഭീര ഒരു കംബാക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അഭിഷേക് ശർമ്മയുടെ ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട് ഈ മാച്ചിൽ. അടുത്ത മാച്ചിൽ ഗംഭീരമായിട്ട് വരട്ടെ. ഓപ്പണിംഗ് പൊളിക്കട്ടെ. ഓപ്പണിംഗ് നമ്മളത് എപ്പോഴൊക്കെ നന്നായിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ 200+ സ്കോർ ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗിൽ നമ്മൾ ഫെയിൽ ആവുന്ന സമയത്താണ് പൊതുവെ നമ്മുടെ സ്കോർ ഡൗൺ ആവാറ്. ഒരു 180 170 160 ഒക്കെ പോകുന്നത് ടോപ്പ് ഓർഡേഴ്സ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഒന്ന് വീക്ക് ആവുന്ന സമയത്താണ്. നമ്മൾ ഒരു സീരീസ് ഉണ്ടായിരുന്നു, ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ആ സീരീസിൽ ഗംഭീര പാർട്ട്ണർഷിപ്പ്, അതും ടോപ്പ് ഓർഡേഴ്സിലുള്ള ബാറ്റ്സ്മാൻമാർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സഞ്ജു തിലക്, സഞ്ജു സൂര്യകുമാർ. അതൊരു പൊളി സീരീസ് ആയിരുന്നു. ആ സീരീസിൽ ഈവൻ സഞ്ജു 2 മാച്ചിലായിട്ടും ഡക്കായിരുന്നു അല്ലേ, ആ സമയത്ത് തന്നെയല്ലേ ഡക്കായത്? ആണെങ്കിലും 2 സെഞ്ചുറി എടുക്കുകയും ചെയ്തു. അപ്പോൾ തിലക് വർമ്മയും ആ സീരീസിൽ സെഞ്ചുറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ആർക്കും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടീമായിരുന്നു. അഭിഷേക് ശർമ്മ അടിക്കും, സഞ്ജു അടിക്കും, തിലക് വർമ്മ അടിക്കും, സൂര്യകുമാർ അടിക്കും. ഈവൻ റിങ്കു സിംഗ് വന്നിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ ഗംഭീരമായിട്ട് കളിക്കും. നമുക്ക് ശിവൻ ഡൂബെ ഉണ്ട്, ഇടയ്ക്ക് ബോളിങ്ങും ബാറ്റിങ്ങും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി. ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ഒരു ഗംഭീര ടീമായിരുന്നല്ലേ. ആ ഒരു ടീമിന്റെ ഒരു പെർഫോമൻസ് ഞാൻ ഇപ്പം അടുത്ത് 1-2 മാച്ചിൽ മിസ് ചെയ്യുന്നുണ്ട്. അത് തിരിച്ചു കിട്ടട്ടെ. നമ്മൾ ഗംഭീരമായിട്ട് കംബാക്ക് അടുത്ത 2 മാച്ചും ജയിച്ചുകൊണ്ട് അടുത്ത സ്റ്റേജിലോട്ട് കടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും ഇതൊക്കെ പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ നമീബിയ മാച്ച് കഴിഞ്ഞ സമയത്ത് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ വന്നില്ല.
കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഓവർ പറയാൻ തോന്നിയില്ല. ആ മാച്ചിനെ കുറിച്ചിട്ട് നമ്മൾ ജയിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. ആ മാച്ചിന്റെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിന് മുന്നത്തെ 3 മാച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ജയിച്ച തന്നെയാണ് നന്നായിട്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ കൂടെയുള്ള മാച്ചൊക്കെ ഗംഭീരമായിട്ട് ജയിച്ചാണ്. പാകിസ്ഥാൻ്റെ കൂടെ കളിച്ചൊരു കളി ഉണ്ടല്ലോ, അതുപോലെ നമ്മൾ കളിക്കേണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.